ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തുതി അർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, മഹത്വം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഒന്നാം സ്മാരക വാർഷിക പ്രാർത്ഥനയിൽ ഇത്രത്തോളം ഈ യോഗത്തെ അനുഗ്രഹമാക്കി തീർക്കുവാനായി, ഈ കുടുംബത്തിന് അനുഗ്രഹം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത പ്രിയപ്പെട്ട റെജിയച്ചൻ, ഒപ്പം ഇന്ന് അല്പസമയം ദൈവവചനത്തിനെന്നും ധ്യാനം നടത്തുവാനായി കടന്നു വന്നിരിക്കുന്ന ബൈബിൾ വിത്ത് മിഷൻ പാസ്റ്റർ ബോർഡ് സെക്രട്ടറി പ്രിയപ്പെട്ട സ്റ്റീഫൻ അച്ഛൻ, ഒപ്പം ഇവിടെ ആയിരിക്കുന്ന സൈമൺ അച്ഛൻ, മനോഹരമായിട്ടുള്ള പ്രത്യാശയുടെ ഗാനങ്ങൾ ആലപിച്ച് ഗാനങ്ങളിലൂടെ വലിയ സന്ദേശങ്ങൾ ഈ സമയം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ, കുടുംബാംഗങ്ങൾ, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, ബന്ധുക്കൾ, ചാർച്ചക്കാർ, സഭാവിശ്വാസികളായി കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹബന്ധനം ഈ സമയം ഈ പ്രത്യേക പ്രാർത്ഥനയുടെ പേരിൽ അറിയിച്ചു കൊള്ളുന്നു. പ്രത്യേകിച്ച് ഞങ്ങളോടൊപ്പം ഒരുമിച്ച് ഞങ്ങൾക്ക് മിഷന്റെ പ്രവർത്തനങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെല്ലാവരും, റെജിയച്ചനും ഞാനും സ്റ്റീവൻ അച്ഛനും സൈമൺ അച്ഛനൊക്കെ ഒരുമിച്ച് മിഷന്റെ നേതൃത്വ നിരയിൽ ആയിരുന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ, പ്രിയ പിതാവിനോടൊപ്പം പ്രവർത്തിക്കുവാൻ ദൈവം ഇടയാക്കി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏറ്റവും അടുത്ത സൗഹൃദം പുലർത്തുവാനും ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുവാനൊക്കെ ഞങ്ങൾക്ക് ഇടയായി. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആകസ്മികമായിട്ടുള്ള വേർപാട് ഞങ്ങളുടെ അഡ്വൈസറി ബോർഡ് എന്ന് പറയുന്ന ആ സംവിധാനത്തെ തന്നെ ഒന്ന് പ്രയാസപ്പെടുത്തിയെങ്കിലും തുടർന്നും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ഓർക്കുകയും തുടർന്നും പ്രവർത്തനങ്ങൾ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു. തൻ്റെ പ്രവർത്തനങ്ങളിലെ നിലപാടുള്ള ഒരു വ്യക്തിയായും, ഒപ്പം തൻ്റെ അഭിപ്രായങ്ങൾ മിഷന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആരുടെ മുഖത്ത് നോക്കി പറയുവാൻ, ഒപ്പം സഹപ്രവർത്തകരോട് വളരെ സ്നേഹവാത്സല്യത്തോടു കൂടി ഇടപെടുകയും സ്നേഹാന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്യും. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ഇന്ന് ഇവിടെയായിരിക്കുമ്പോൾ നമ്മളൊന്നും വേർപെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ പ്രവർത്തനങ്ങളും ജീവിത രീതികളുമൊക്കെ നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിൽ കടന്നു വരുന്നുണ്ട്. ഈ യോഗം നിയന്ത്രിക്കുന്ന സ്നേഹബഹുമാനമുള്ള മിഷൻ ട്രഷറായി പ്രവർത്തിക്കുന്ന വെരി റവറൻ ജീവൻ ജേക്കബ് അച്ഛൻ, വേദിയിൽ ആയിരിക്കുന്ന ബഹുമാനമുള്ള സൈമൺ അച്ഛൻ, ഇപ്പോൾ മച്ചവിളകം സഭയുടെ പുരോഹിത സെഷനായിരിക്കുന്ന റവറൻ എഡ്വൻ മനോഹരമായ ഗാനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയതായ മാരായമുട്ട ബിനുസ, വേദിയിൽ ഇവിടെ ആയിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ ആയി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ബഹുറുള്ള അച്ഛൻ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ബൈബിൾ വിത്ത് മിഷൻ ഇന്ത്യ എന്ന തിരുസഭയുടെ അഡ്വൈസർ ബോർഡിൽ ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ളതായ അവസരം ദൈവം നൽകി തന്നു. ആ അവസരങ്ങളിലൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ ധൈര്യത്തോടെ ഉറച്ച സ്വരത്തിൽ അവതരിപ്പിക്കുകയും അതിന്മേൽ തീരുമാനങ്ങൾ കൈക്കൊണ്ട് അത് പ്രാവർത്തികം ആക്കുന്നതിനൊക്കെ വളരെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച മാന്യദേഹമാണ്. താൻ പറയുന്ന കാര്യങ്ങൾ എല്ലാം യാഥാർത്ഥ്യമായിരിക്കും. കേട്ടുകേഴ്വികളൊന്നും താൻ അവിടെ പറയാറില്ല. യാഥാർത്ഥ്യങ്ങൾ മാത്രം പറയുകയും ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ചർച്ചകൾ ചെയ്ത്
അതിന് പരിഹാരം കണ്ടെത്തുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു മിഷൻ തലത്തിൽ. അതോടൊപ്പം തന്നെ മഞ്ചുവിളകം സഭയുടെ ദീർഘകാല സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് ദൈവം അദ്ദേഹത്തെ സഹായിച്ചു. ചുരുങ്ങിയ കാലയളവിൽ ഒരു 3-4 മാസം ഞാനും ഈ സഭയുടെ ശുശ്രൂഷകനായിട്ട് ആയിരിക്കുവാൻ ഇടയായി. ആ കാലയളവിലൊക്കെ ഞങ്ങൾ അധികം അടുക്കുകയും സഭയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ പലതും ആലോചിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുവാനായിട്ട് ദൈവം അവസരം നൽകി. സത്യം പറഞ്ഞ എൻ്റെ ഒരു മൂത്ത സഹോദരനായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞത്. അദ്ദേഹം മരിക്കുന്നതിൻ്റെ 3-4 ദിവസം മുൻപ് അരമണിക്കൂറിലധികം എന്നോട് ഫോണിലൂടെ രാത്രി വിളിച്ച് സംസാരിക്കുവാൻ ഇടയായി. സഭയുടെ കാര്യങ്ങളും മിഷൻ്റെ കാര്യങ്ങളും ആണ് അധികവും സംസാരിച്ചത്. അപ്പോൾ തന്നെ ശാരീരികമായുള്ളതായ തൻ്റെ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും അതിനെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായി. അപ്പോഴും താൻ പറയും, എല്ലാം ദൈവ ഇഷ്ടം പോലെ നടക്കട്ടെ, പ്രാർത്ഥിക്കാം. അങ്ങനെ ദൈവ ഇഷ്ടത്തിനും പ്രാർത്ഥനയ്ക്കും മുൻതൂക്കം കൊടുത്തുകൊണ്ട് വിശ്വാസത്തിൽ നിലനിന്ന ഒരു ശ്രേഷ്ഠദാസനാണ് എന്നത് മറക്കുവാൻ കഴിയാത്ത സത്യമാണ്. അദ്ദേഹത്തിൻ്റെ വേർപാട് വാസ്തവത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഭവനക്കാർക്കുള്ളതുപോലെ വേദനയും ദുഃഖവും നഷ്ടവുമായിട്ട് ഞങ്ങൾ അത് ഓർക്കുകയും പലപ്പോഴും ഞങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഞങ്ങളുടെ ഇപ്പോഴത്തെ ബോർഡ് മീറ്റിങ്ങിലെല്ലാം ഞങ്ങളതിനെക്കുറിച്ച് ചിന്തിച്ച് സംസാരിച്ചിട്ടുണ്ട്. മിനിറ്റ്സ് എല്ലാം എഴുതി ക്ലിയറായിട്ട് സൂക്ഷിക്കുന്ന കാര്യത്തിലും കൃത്യമായി മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്ന കാര്യത്തിലൊക്കെ താൻ വളരെ തൽപരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും വിശ്വസ്തതയും കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ളതായ ഉത്തരവാദിത്വമൊക്കെ ഇപ്പോൾ ഞങ്ങൾ ഓർക്കാറുണ്ട്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു സന്ദർഭത്തിൽ ദൈവം അദ്ദേഹത്തെ മടക്കി വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ ലോകത്തിലെ ജീവിതം താൻ പൂർത്തിയാക്കി. ദൈവം തന്നെ ഏൽപ്പിച്ചിരുന്നതായ ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടും കൃത്യമായും ചെയ്തു തീർത്തു എന്ന് ദൈവം മനസ്സിലാക്കി. അതുകൊണ്ട് വിശ്രമത്തിനായിട്ട് ദൈവം അദ്ദേഹത്തെ വിളിച്ചു. വിശുദ്ധ വേദപുസ്തകം പറയുന്നത് പോലെ അദ്ദേഹം ഇപ്പോൾ അബ്രഹാം പിതാവിൻ്റെ മടിയിൽ അല്ലെങ്കിൽ പർദീസയിൽ വിശ്രമിക്കുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മുടെ ഈ കൂട്ടായ്മയെല്ലാം അദ്ദേഹം സ്വർഗത്തിൽ നിന്നല്ലെങ്കിൽ പിതാവിൻ്റെ മടിയിൽ ഇരുന്നുകൊണ്ട് വീക്ഷിക്കുന്നുണ്ടാവും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം സന്തോഷിക്കും, അദ്ദേഹത്തിൻ്റെ ആത്മാവ് സന്തോഷിക്കും. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, അത്ര സ്നേഹനിധിയായ ഒരു പിതാവിൻ്റെ വേർപാട് മാനുഷികമായി നമുക്ക് ഏവർക്കും ദുഃഖമാണ് എങ്കിൽ തന്നെയും ക്രിസ്തുവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ എന്നത്രേ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഒരു ലോകമനുഷ്യനായിട്ടല്ല ലോകം വിട്ടുപോയത്, ഒരു ദൈവമകനായിട്ട് ആണ് തൻ്റെ വേല പൂർത്തീകരിച്ച് ദൈവ വിളി കേട്ട് നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യമായ ദുഃഖവും വേദനയും ഉണ്ടെങ്കിലും അതെല്ലാം മറന്നുകൊണ്ട് താൻ ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതായ ആ സമാധാനവും ഒരിക്കൽ അദ്ദേഹത്തെ നമുക്ക് മുഖാമുഖമായി ദൈവസന്നിധിയിൽ കണ്ട് സന്തോഷിക്കുവാൻ സാധിക്കും എന്നുള്ളതായ വിശ്വാസവും പ്രത്യാശയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതിനായിട്ട് കുടുംബ അംഗങ്ങൾക്കും മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും സഹോദരങ്ങൾക്കും എല്ലാം ദൈവം ആ ധൈര്യവും പ്രത്യാശയും അവരുടെ ജീവിതത്തിൽ നൽകട്ടെ എന്ന് ഞാൻ പ്രാരംഭമായിട്ട് ഓർപ്പിക്കുന്നു. അധികം സമയം പ്രസംഗിക്കാൻ സമയമില്ലാണ്. ഞാൻ ഇന്ന് 5 മണിക്ക് വീണ്ടും ഞങ്ങളുടെ ബോർഡ് മീറ്റിംഗ് ഉണ്ട്. 4:30 അതുകൊണ്ട് ഇനി അധികം സമയം പ്രസംഗിച്ച് നിൽക്കാൻ സമയമില്ല. 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 15-ാം അധ്യായം 20-21 വചനങ്ങൾ വായിച്ചാൽ അവിടെ ഒരു പുനരുത്ഥാനത്തെക്കുറിച്ച്
രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും. മരിച്ചവരുടെ ഇടയിൽ നിന്നും ആദ്യമായി ഉയർത്തെഴുന്നേറ്റ അല്ലെങ്കിൽ പുനരുത്ഥാനം ചെയ്ത ഒരുവനുണ്ട്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അത് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ക്രിസ്തുവിൽ മരിക്കുന്നവരും പുനരുത്ഥാനം ചെയ്യും എന്ന് പറഞ്ഞാൽ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ പറയുന്നു, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരെ നാം രൂപാന്തരം പ്രാപിച്ച് അവരോട് ഒരുമിച്ച് അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യൂ എന്ന്. അപ്പോൾ കർത്താവ് തന്റെ മക്കളെ ചേർത്തുകൊള്ളുവാനായി മധ്യാകാശത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. നമ്മുടെ പ്രിയ സഹോദരൻ ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം കർത്താവിന്റെ കാഹളനാദം കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും. ആ സമയം തന്നെ ഞൊടിയിടയുള്ളിൽ ക്രിസ്തുവിലായിരിക്കുന്ന അന്ന് ജീവനോടെ ശേഷിക്കുന്നവരെ രൂപാന്തരം പ്രാപിച്ച് അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. ഞാൻ ഓർപ്പിച്ചത് പുനരുത്ഥാനം. ആർക്കാണ് ആ പുനരുത്ഥാനം? ഒന്നാമത്തെ പുനരുത്ഥാനം ലഭിക്കുന്നത് ക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക് മാത്രമാണ്. നാം ക്രിസ്തുവിൽ വിശ്വസിച്ച് നിദ്ര പ്രാപിക്കുകയാണെങ്കിൽ കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നാം ഉയർത്തെഴുന്നേൽക്കും. പാട്ടുകാരൻ പറയുന്നു, പ്രാക്കളെ പോലെ പറന്നുയരുമെന്നാണ്. വിശുദ്ധന്മാര് അവന്റെ ശബ്ദം കേട്ട് ഉയർത്തെഴുന്നേറ്റ് അവനെ എതിരേൽക്കുവാനായിട്ട് വാനവെരുവിലേക്ക് പറന്നുയരും. നമ്മളെന്നും വേർപെട്ടു പോയാൽ ഇപ്പോൾ നിത്യതയിലായിരിക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസനും അന്ന് അദ്ദേഹത്തെ നമ്മളെ ജനശരീരത്തെ നമ്മൾ ഇവിടെ അടക്കം ചെയ്തിരിക്കുകയാണ്. ആ കല്ലറ തുറക്കും. കർത്താവിന്റെ കാഹളം കേൾക്കുമ്പോൾ ആ കല്ലറ തുറക്കും. ആ കല്ലറയിൽ നിന്നും അദ്ദേഹം രൂപാന്തരപ്പെട്ട് അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കും. മൺമയമായ ശരീരം മാറി വിൺമയമായ ശരീരം പ്രാപിച്ചുകൊണ്ട് കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. അപ്പോൾ ഒരു പുനരുത്ഥാനം ക്രിസ്തുവിൽ മരിച്ച എല്ലാവർക്കും അതേ പുനരുത്ഥാനമുണ്ട് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. തിരുവചനങ്ങളെ വായിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും, നാം ഇപ്പോൾ വസിക്കുന്ന ഈ മൺകൂടാരം അഴിഞ്ഞു പോകും. ഇത് പൊളിഞ്ഞു പോകുന്ന ഒരു കൂടാരമാണ്. ഇത് താൽക്കാലിക ജീവിതത്തിന് വേണ്ടി ദൈവം നൽകിയിരിക്കുന്നതാണ്. അത് ചില വർഷങ്ങൾ കഴിയുമ്പോൾ അത് പൊളിഞ്ഞു പോകും, അത് നശിച്ചു പോകും. എന്നാൽ അതിനുള്ളിൽ വസിക്കുന്ന നശിച്ചു പോകാത്ത നിലനിൽക്കുന്ന ഒരു നിത്യജീവനുണ്ട്. അത് ദൈവം സമൃദ്ധിയായി ദാനമായി നൽകിയിരിക്കുന്നതാണ്. അത് നൽകിയവന്റെ അടുക്കലേക്ക് മടങ്ങി പോകണം. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ ജീവിക്കുന്ന യാതൊരു വ്യക്തിയും ക്രിസ്തു ഉള്ളവരായി ജീവിക്കണം, ക്രിസ്തുവിലുള്ളവരായി ജീവിക്കണം. ക്രിസ്തു ആ വ്യക്തിയിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ആ പുനരുത്ഥാനത്തിൽ പങ്കാളി ആയി തീരുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. അഴിഞ്ഞു പോകുന്ന ഈ മൺകൂടാരം വിട്ടിട്ട് അഴിഞ്ഞു പോകാത്ത കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനത്തിലേക്ക് നാം പ്രവേശിക്കേണ്ടി ഇരിക്കുകയാണ്. നമ്മുടെ പ്രിയ പിതാവ് ആ നിത്യഭവനത്തിൽ അതെ പ്രവേശിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കും ആ നിത്യഭവനത്തിൽ ചെന്നു ചേരുവാനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും ദൈവവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ജീവിച്ച് ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ച് ആ നിത്യതയിലെത്തുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം ഈ കുടുംബ അംഗങ്ങളെയും സഹോദരങ്ങളെയും മറ്റ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവനാമം എന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. എൻ്റെ പാസ്റ്റർ ലോർഡ് സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട സ്റ്റീവൻ അച്ഛന് ഈ 1-ാം വാർഷിക സ്മാരക പ്രാർത്ഥനയുടെ പേരിൽ നന്ദി ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. തുടർന്നുള്ള സമയം നമ്മൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധാനത്തിൽ ഈ പ്രാർത്ഥന സെഷൻ ഇവിടെ പൂർണ്ണമാക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട റജിയച്ചൻ നമ്മെ വിട്ട് കർത്തൃസന്നിധിയിൽ എടുക്കപ്പെട്ട പ്രിയ പിതാവിനെ കുറിച്ചുള്ള
ഒരു മനോഹരമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ അഭിയന്യ വലിയ തിരുമേനിയും അച്ഛന്മാരും കുടുംബാംഗങ്ങൾ തുടങ്ങി പലരും അതിൻ്റെ അകത്ത് അദ്ദേഹത്തിനെ കുറിച്ചുള്ള സ്മരണകൾ പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹം പഠിച്ച വിദ്യാലയങ്ങളിൽ ജനിച്ച ജന്മസ്ഥലം, അദ്ദേഹം പ്രവർത്തിച്ച സഭകൾ, മിഷൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അതിൽ അച്ഛൻ കോർത്തിണക്കിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു അനുഗ്രഹമായിട്ട് തീരും. ഇതിന് ശേഷം നമ്മുടെ സീനായ് ധോനി 2.0 എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, യൂട്യൂബ് ചാനൽ. അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിലും നിങ്ങൾക്ക് അത് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമ്മുടെ ഹൃദയങ്ങളിൽ മാത്രമല്ല, ദൃശ്യമാധ്യമങ്ങളിലൂടെയും നമുക്ക് അദ്ദേഹത്തിനെ കാണുവാനും കേൾക്കുവാനും കഴിയും എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. അതിൻ്റെ പിന്നിൽ വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച റെജിയച്ചന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. എങ്കിലും ഈ സ്മാരക പ്രാർത്ഥനയുടെ പേരിൽ അച്ഛനും കുടുംബത്തിനും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. സഹകരിച്ച എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഈ സമയം റെജിയച്ചൻ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് തുടർന്നും നമ്മൾ കർത്താവിൻ്റെ പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് പ്രാർത്ഥന സെഷൻ ഇവിടെ പൂർണ്ണമാക്കുകയും ഉടൻ തന്നെ ആ ഡോക്യുമെൻ്ററി ഇവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്യും. അതിലും എല്ലാവരും പങ്കെടുത്ത് നിങ്ങളുടെ സ്നേഹവും കടപ്പാടും ഈ ഭവനത്തോട് നിർവഹിച്ച് കടന്നു പോകുവാൻ ദൈവനാമത്തിൽ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്ന ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ഒരു നിമിഷം നന്ദി പറയുവാൻ ഞാൻ ഈ സമയത്തെ വേർതിരിക്കുകയാണ്. ഇതുവരെയും ഈ അങ്കണത്തിൽ നമ്മൾ വളരെ സാറിൻ്റെ സ്മരണകളുടെ മുൻപിൽ ദൈവിക വചനങ്ങളിലൂടെ ധ്യാനത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കുകയായിരുന്നല്ലോ. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു സ്മരണ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നിർവഹിച്ചുകൊണ്ട് ഈ സദസ്സിനെ സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുന്ന ബഹുമാനമുള്ള ജീവൻ അച്ഛൻ അവർ മിഷൻ ട്രഷറായിട്ട് സേവനം അനുഷ്ഠിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷകൾക്ക് പ്രാർത്ഥനയിലൂടെയും തൻ്റെ സാന്നിധ്യത്തിലൂടെയും നല്ലൊരു അനുഗ്രഹമായിട്ടുള്ള ഒരു ദൈവികമായിട്ടുള്ള ശുശ്രൂഷ നമുക്ക് നൽകി. പ്രത്യേകിച്ച് ഞാൻ ഭവനത്തിൻ്റെ പേരിലും സഭയുടെ പേരിലും ബഹുമാനുള്ള അച്ഛന് ഞാൻ പ്രത്യേക നന്ദി ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഭവനത്തിന് പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് ദൈവജനത്തിലൂടെയുള്ള ആശ്വാസത്തെയും പ്രത്യാശയും പകർന്നു നൽകിയ പ്രിയപ്പെട്ട സ്റ്റീഫൻ അച്ഛൻ്റെ ശുശ്രൂഷകൾ വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ സഭയ്ക്ക് ഏറ്റവും പ്രയോജനമാണ്. ഇന്നത്തെ ഈ സാന്നിധ്യത്തിനും ദൈവവചനത്തിനും ഞാൻ കുടുംബത്തിൻ്റെ പേരിലും സഭയുടെ പേരിലും അച്ഛന് ഞാൻ വിനീതമായിട്ടുള്ള നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സൈമൻ അച്ഛൻ നമ്മുടെ മധ്യയിലുണ്ട്. അച്ഛനും ഈ ദിവസങ്ങളിൽ സഭയുടെ പ്രാർത്ഥന പങ്കാളിത്തം ഈ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അച്ഛനെയും ഞാൻ ഈ സമയം നന്ദിയോടെ സ്മരിക്കുന്നു, നന്ദി അർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയിൽ ഞങ്ങളോട് പാലിക്കുന്ന മാരാമട്ട മിനിസ്റ്റർ അവർ, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ഭവനത്തിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട് ഇവിടെ കടന്നു വന്ന എല്ലാ പാർശ്വമുള്ള മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ദേശനിവാസികൾ, സഹവിശ്വാസികൾ എല്ലാവർക്കും ഞാൻ ഒരു നിമിഷം നന്ദി പറയുന്നു. പ്രിയപ്പെട്ട ഭവനത്തിലെ ശ്രീ പി രാജൻ സാർ അവരുടെ പ്രിയപ്പെട്ട സഹധർമ്മിണി, പ്രിയപ്പെട്ട ആൻറ്റി, തുടർന്നുള്ള നാളുകളിലും ഇന്നലത്തെ ദിവസം ഞാൻ കടന്നു വന്നപ്പോൾ ഒരു വർഷം വളരെ പെട്ടെന്ന് കടന്നുപോയ അവസരങ്ങളെക്കുറിച്ച് അവരുടെ റിഫ്ലക്ഷൻസ് എനിക്ക് കേൾക്കാൻ സാധിച്ചു. വളരെ വിഷമത്തോടെ അവരുടെ കണ്ണുകൾ നിറയുന്നത് കാണാൻ സാധിച്ചു. ഈ ഒരു സാറിൻ്റെ ഒരു ഓർമ്മസൂചകമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയിലും ഒത്തിരി പേരെ കാണുവാനും അവരിൽ നിന്ന് കേൾക്കുവാനും സാധിച്ചപ്പോൾ പി രാജൻ സാർ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനം, അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബത്തിലും സഭയിലും അദ്ദേഹം നിർവഹിച്ച ഒരു വലിയ സ്ഥാനത്തെക്കുറിച്ചുള്ളൊരു മതിപ്പ്, അതിൻ്റെ ഒരു വലിയൊരു വില, അതിനെക്കുറിച്ച് ഓർക്കുവാനും അതിലൂടെ അദ്ദേഹത്തിൻ്റെ സ്നേഹത്തെ ഒന്നുകൂടി നമുക്ക് അനുഭവിക്കാനും മനസ്സിലാക്കുവാനൊക്കെ സാധിച്ചു. പ്രത്യേകിച്ച് എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഒരു നിമിഷം നമ്മൾ ഈ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുന്ന സമാപന പ്രാർത്ഥനയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. ഒരു നിമിഷം നമുക്ക് ഈ ഭവനത്തിനായിട്ട് നമുക്ക് ഇപ്പം കേട്ട വചനങ്ങളിലൂടെ ശുശ്രൂഷ സഹകരിച്ച അച്ഛന്മാർക്കായിട്ടും ഇന്നിവിടെ ആയിരിക്കുന്ന എല്ലാവരും നമ്മളിന്ന് അനുഗ്രഹത്തോടെ പ്രിയപ്പെട്ട സാറിൻ്റെ നല്ല ജീവിതാനുഭവങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പ്രിയ ആൻറ്റിക്കായിട്ടും മക്കൾക്കായിട്ടും സുബിൻ സഹോദരൻ, അതുപോലെ തന്നെ സിമി സഹോദരി, പ്രിയപ്പെട്ട എബി, അതുപോലെ തന്നെ അധീന, സൂരജ്, അൽപ്പന, എബിൻ
പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ നമുക്ക് പ്രാർത്ഥനകളിൽ ഓർക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സകല ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും നാഥനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാകുന്ന നല്ല കർത്താവേ, നാഥ കർത്താവ്, ഒരു അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത ദൈവമേ, നാഥ ഇന്ന് കർത്താവ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സാറിൻ്റെ ഓർമ്മകളുടെയും സ്മരണകളുടെയും മുൻപിൽ നന്ദിയും സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ദൈവമേ ഈ ഭവന അങ്കണത്തിൽ കടന്നു വന്ന് അങ്ങേ സ്തുതിക്കുവാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിനായിട്ട് നന്ദി പറയുവാനും ഞങ്ങളെ ഇടവരുത്തിയല്ലോ. ഒരു വർഷം വളരെ വേഗം ഞങ്ങളെ വിട്ട് കടന്നു പോകുമ്പോഴും കർത്താവിൻ പ്രത്യേകമായിട്ട് കുടുംബാംഗങ്ങൾ കർത്താവ് പിതാവിൻ്റെ വേദനകളിൽ, വേർപാടിൻ്റെ ദുഃഖത്തിൽ, കർത്താവെ അവരുടെ വിഷമതകളിൽ, ഓരോ ദിനങ്ങൾ കടന്നു പോയ നാളുകളിൽ ദൈവത്തിൻ്റെ കരുതൽ കർത്താവ് സഹായമായി കൂടെ ഇരുന്നതിനാൽ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നിർവഹിപ്പാൻ ശ്രേഷ്ഠദാസന്മാരെ അങ്ങ് കൂട്ടിച്ചേർത്തുവല്ലോ. കർത്താവെ ഇവിടെ നടത്തപ്പെട്ട പ്രാർത്ഥനകളിലൂടെയും വചന ധ്യാനങ്ങളിലൂടെയും കർത്താവ് ഞങ്ങൾ പ്രിയ പിതാവിനെ ഒന്നുകൂടി ഓർത്തുകൊണ്ട് കർത്താവ് ദൈവിക സന്നിധിയിൽ നന്ദിയും സ്തോത്രവും അർപ്പിപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് അധ്യക്ഷത വഹിച്ച ജീവനച്ഛനായി പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ സാന്നിധ്യത്തിനായിട്ട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. കർത്താവെ സെക്രട്ടറിയുമായിട്ടുള്ള കർത്താവെ വ്യക്തിപരമായിട്ടുള്ള ബന്ധം കർത്താവെ വളരെ ദീർഘവർഷങ്ങളായിട്ട് ആ അനുഭവത്തിൻ്റെ സ്നേഹത്തിൻ്റെയൊക്കെ കർത്താവെ കൂട്ടായ്മ കർത്താവെ അതൊന്നുകൂടി സ്മരണ പുതുക്കിക്കൊണ്ട് കർത്താവ് കുടുംബത്തിൻ്റെ ഐക്യത്തിനായിട്ടും നന്മയ്ക്കായിട്ട് കടന്നു പ്രാർത്ഥിപ്പാൻ അച്ഛനെ അങ്ങ് ബലപ്പെടുത്തിയല്ലോ. ഞങ്ങൾ അച്ഛനെ ഓർക്കുന്നു. കർത്താവെ സന്ദേശത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ച സ്റ്റീഫൻ അച്ഛനായി നന്ദി പറയുന്നു. കർത്താവ് സഭയോടും കുടുംബത്തോടും കർത്താവെ പ്രാർത്ഥന ബന്ധത്തിൽ ദൈവമേ അങ്ങയുടെ വചനത്തിലൂടെ ശക്തീകരിച്ചതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. അച്ഛനെയും അങ്ങ് അനുഗ്രഹിക്കട്ടെ. കർത്താവെ ഞങ്ങൾ മാരോട് ബിനിസാറിനെ പ്രാർത്ഥിക്കുന്നു. ദാസനെയും സൗഖ്യത്തോടെ കൃപയോടെ ബലപ്പെടുത്തുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സുശീല ആൻറ്റിക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ കർത്താവെ തുടർന്നുള്ള ദിവസങ്ങളിലും യാത്രകളിലും കർത്താവ് ദൈവമേ കൈവിടാത്ത ദൈവം കർത്താവെ ദൈവമേ അവിടുത്തെ ദൈവമായ സ്നേഹത്താൽ പ്രിയ മാതാവിനും തണലും താങ്ങുമായിട്ട് കർത്താവെ പലപ്പോഴും അനാരോഗ്യം കടന്നു വരാറുണ്ട്. ശാരീരിക രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ കടന്നു വരുന്ന സാഹചര്യങ്ങളിൽ ദൈവമായ കർത്താവെ അവിടുന്ന് നല്ല വൈദ്യനായിട്ട് ആരോഗ്യവും ദീർഘായുസ് നൽകി കർത്താവെ അദ്ദേഹത്തിന് നല്ല ഓർമ്മ നിലനിർത്തുന്ന ദൈവിക പ്രവർത്തനം സഭയിലും ദേശത്തിലും നിർവഹിപ്പാൻ കർത്താവ് മാതാവിനും എല്ലാ അനുഗ്രഹവും നൽകി അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കട്ടെ. നാഥ പ്രിയപ്പെട്ട സുബിൻ സഹോദരൻ, സിമി സഹോദരി, കർത്താവ്യൻ എബി, അതുപോലെ അധീന, കർത്താവ് പ്രിയപ്പെട്ട മക്കളെയും കുടുംബത്തെയും നിങ്ങൾ ഓർക്കുന്നു. അവരുടെ ഉപജീവന മാർഗങ്ങൾ, തൊഴിൽ കാര്യാന്തികൾ, കർത്താവെ അവരുടെ യാത്രകൾ, അവരുടെ മക്കളുടെ പഠനങ്ങൾ, പ്രത്യേകിച്ച് എബിക്കായി പ്രാർത്ഥിക്കുന്നു. പൈതലിനെയും അങ്ങയുടെ ജ്ഞാനത്താൽ കർത്താവ് നല്ല വിദ്യാസമ്പന്നനായിട്ട് നല്ല തലമുറകൾ, ഈ പ്രിയപ്പെട്ട തലമുറകൾ കർത്താവ് എങ്ങനെ അൻഘമായിട്ടുള്ള നല്ല ഫലങ്ങളെ നൽകുന്ന മക്കളായിട്ട് വളർന്ന് ദേശത്തിനും സഭയ്ക്കും പ്രയോജനമുള്ള മക്കളായിട്ട് വളർന്നു വരുവാൻ കർത്താവേ ദൈവമേ അങ്ങയുടെ കൃപ ഈ പൈതങ്ങളിൽ പകരുമാറണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൂരജ് സഹോദരനെ ഓർക്കുകയാണ്. അദ്ദേഹം വിദേശത്ത് നിന്ന് കർത്താവ് പ്രിയപ്പെട്ട പിതാവിൻ്റെ സ്മരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കടന്നു വരികയും സമയം ചെലവഴിക്കുകയും ചെയ്തുവല്ലോ. കർത്താവെ നിങ്ങൾ അൽപ്പന സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രിയപ്പെട്ട എവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാഥ കർത്താവ് തലമുറകളെ അങ്ങ് മാനിക്കണമേ. കർത്താവെ പ്രിയ പിതാവിൻ്റെ നല്ല ജീവിതാനുഭവങ്ങൾ കർത്താവെ പകർന്നു നൽകിയ നല്ല ഉപദേശങ്ങളും ഉൾക്കാഴ്ചകളും കർത്താവ് ജീവിത മൂല്യങ്ങളും ഒക്കെ കർത്താവെ ആ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് കർത്താവ് ദേശത്തിന് നൽകുവാൻ ആ മക്കളിലൂടെ കർത്താവ് പിതാവിൻ്റെ സ്നേഹത്തെയും നല്ല ജീവിതത്തെയും ഞങ്ങൾക്ക് ദർശിക്കുവാനും അതിലൂടെ ദൈവസഭയെ പണിയുവാനും കർത്താവെ മക്കളെ അങ്ങ് ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കട്ടെ. നാഥ ഈ ഭവനത്തിൽ അങ്ങയുടെ കൃപ സാന്നിധ്യം പറഞ്ഞ നന്ദി പറയുന്നു. കർത്താവെ ഈ ഒരു പ്രാർത്ഥനയിൽ സാന്നിധ്യം കൊണ്ടും കർത്താവ് പ്രാർത്ഥന കൊണ്ടും കർത്താവ് ഈ വേദിയിൽ ഇവിടെ കടന്നു വന്ന് കർത്താവ് കുടുംബത്തോടുള്ള ഐക്യവും സ്നേഹവും പങ്കുവെച്ച കുടുംബത്തിലെ സഹോദരങ്ങൾ, അയൽക്കാർ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, സഭവിശ്വാസികൾ എല്ലാവരും ഞങ്ങൾ ഓർക്കട്ടെ. നാഥ ഈ ഒരു കൂട്ടായ്മയിൽ ഞങ്ങൾ ഈ ഒരു അല്പനിമിഷം കർത്താവെ ഞങ്ങൾ പ്രിയ പിതാവിൻ്റെ സ്മരണയുടെ മുൻപിൽ കർത്താവെ ഞങ്ങൾ ദൈവനാമത്തിന് നന്ദി പറയും. ഇപ്പോൾ ഞങ്ങൾ കർത്താവ് ദൈവസന്നിധിയിൽ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ ഒരു ശുശ്രൂഷ ക്രമീകരിച്ച അതിലെല്ലാ പിന്നിലും എല്ലാ മുഖാന്തരങ്ങളിലും സഹകരിച്ച കൈതാങ്ങി എല്ലാവരെയും ഞങ്ങൾ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രതിഫലങ്ങളെയും അനുഗ്രഹങ്ങളെയും നൽകി അങ്ങനെ കൃപയിൽ വഴി നടത്തില്ല. ഇപ്പോൾ ഞങ്ങൾ കർത്താവെ ദൈവകരങ്ങളിൽ നിങ്ങൾ ഈ ഭവനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തുടർന്നും അങ്ങയുടെ വചനത്തിലൂടെ നൽകിയ പ്രത്യാശ കർത്താവ് അങ്ങയുടെ സ്വർഗീയ രാജ്യത്തിൻ്റെ കർത്താവ് ഒരു വലിയൊരു ആഗമനം കർത്താവെ അതിൻ്റെ കാലം ഏറ്റവും ആസന്നമാകുമ്പോൾ കർത്താവ് ദൈവമേ വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് വചനം പഠിപ്പിക്കും പ്രകാരം അങ്ങയുടെ വരവിന് വേണ്ടിയുള്ള ഒരുക്കത്തോടുകൂടി ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ എല്ലാവരെയും ഒരുപോലെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇപ്പോൾ ഞങ്ങൾ കർത്താവ് ദൈവനാമത്തിൽ നന്ദി പറയുന്നു.
ഇതുവരെയും ഞങ്ങൾ നടത്തിയല്ലോ, അങ്ങയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ കൃപയും സാന്നിധ്യ സമാധാനം ഞങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. എല്ലാ മഹത്വം അങ്ങക്ക് മാത്രം അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് ദയ കേട്ട് നന്ദി പറയുകയാണ്. സമസ്ത യേശു കർത്താവിന്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകുമാറാകണം. പ്രിയപിതാവേ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ സകല ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നുവല്ലോ. ആമേൻ. ആശീർവാദം. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുണ്ടാകുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മെല്ലാവരോടും, പ്രത്യേകിച്ച് ഭവനത്തിലെ പ്രിയ മാതാവ്, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കള്, സഹോദരങ്ങൾ, ബന്ധുക്കൾ, ചാർച്ചക്കാര്, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും, ഈ ശുശ്രൂഷയ്ക്ക് പങ്കാളിത്തം വഹിച്ച പുരോഹിത ശ്രേഷ്ഠന്മാരോടും, ഇവിടുത്തെ അച്ഛനോടും കുടുംബത്തോടും, ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിച്ച പ്രിയ സഹോദരനോടും കുടുംബത്തോടും, നമ്മുടെ പ്രിയപ്പെട്ടവരകത്തും അകലത്തും ദേശത്തിന് നാനാഭാഗത്തും ദൂരദേശങ്ങളിലും വിദേശങ്ങളിലുമായിരിക്കുന്ന എല്ലാവരോടും ഇന്നുമെന്നും കാലാവസാനത്തോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തുതി അർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, മഹത്വം. ഈ സമയം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആ പ്രിയ പിതാവ് രാജൻ അവറുകളുടെ സ്മരണ ഒരിക്കൽ കൂടി നമ്മളിൽ നൽകുവാൻ തക്കവണ്ണം തയ്യാറാക്കപ്പെട്ട ഈ ഡോക്യുമെൻ്ററി ഇവിടെ പ്രദർശിപ്പിച്ചതായി പ്രഖ്യാപിക്കുന്ന ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.